നമസ്കാരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള ഒരു മണിക്കൂർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഘർഷഭരിതമായ മണിക്കൂറുകൾക്ക് ശേഷം കേരള അതിർത്തിയായ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലി പിടിയിലായ ആശ്വാസ വാർത്തയിൽ നിന്ന് ഇന്ന് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരത്ത് മുത്തശ്ശിയുടെ അരികിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു എന്ന നടുക്കുന്ന വാർത്തയും ഈ വാർത്താ ദിനത്തിൽ തേടിയെത്തി. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജ് റിമാൻഡിലായിരിക്കുന്നു. കണ്ണൂരിൽ വീണ്ടും ഒരു കർഷക ആത്മഹത്യ എന്ന വാർത്തയും ഇന്നുണ്ട്. ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകളിലൂടെ സഞ്ചരിക്കാം. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പന്തല്ലൂരിലെ പുലി വലയിൽ. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനംവകുപ്പിന്റെ പിടിയിലായി. 2 തവണയാണ് പുലിക്ക് മയക്കുവെടി വെച്ചത്. കൂട്ടിലേക്ക് മാറ്റിയ പുലിയെ അല്പസമയത്തിനകം വനംവകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുപോകും. എന്നാൽ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പുലിയെ കാണിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ ഉള്ളത്. പുലി പിടികൂടാത്തതിനെതിരെ മേഖലയിൽ നേരത്തെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. ഗൂഡല്ലൂർ വയനാട് പാതയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പന്തല്ലൂരിലെ പുലി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ വ്യാപാരി സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായുണ്ട്. സമീർ, ഈ അതിർത്തി മേഖലകളിൽ പുലി ഇറങ്ങുന്നു എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ്. വനംവകുപ്പിന്റെ പിടിയിലായിട്ടുണ്ട് പുലി. ഇനി എന്താണ് നാട്ടുകാർ വീണ്ടും ഈ പ്രതിഷേധം തുടരുന്നതിനുള്ള കാരണം? സമീർ, കേൾക്കാമോ? സമീർ ബിൻ കരീമിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. നമുക്കിപ്പോഴും പുലിയെ പിടികൂടാത്തതിനെതിരെ നേരത്തെ തന്നെ മേഖലയിൽ ആളുകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. ഗൂഡല്ലൂർ വയനാട് പാതയിൽ നാട്ടുകാർ ഇന്ന് റോഡ് ഉപരോധിച്ചിരുന്നു. പന്തല്ലൂരിലെ പുലി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ വ്യാപാരി സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ നടക്കുകയാണ്. അത് പൂർണ്ണമാണ്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെയുണ്ട്. വനംവകുപ്പ് പിടികൂടിയ പുലിയെ കാണിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സമീർ ബിൻ കരീം, ഞങ്ങളുടെ പ്രതിനിധി, അല്പസമയത്തിനകം തന്നെ ഇന്ന് സംഭവിച്ച ഈ പ്രധാനപ്പെട്ട സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ചെറിയ സാങ്കേതിക പ്രശ്നം കാരണമാണ് സമീറിന് ടെലിഫോൺ ലൈനിൽ കിട്ടാത്തത്. എനിക്ക് തോന്നുന്നു അവിടെ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ കൂടി സമീറിന് നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ്. സമീർ, കേൾക്കാമോ? അവിടെ പിടികൂടിയ പുലിയെ വനംവകുപ്പ് കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പന്തല്ലൂരിലാണ് ഈ പുലി ഇറങ്ങിയത്. 2 തവണ പുലിക്ക് മയക്കുവെടി വെച്ചിരുന്നു. അതിനുശേഷമാണ് വനംവകുപ്പ് പിടിയിലായത്. ഇപ്പോൾ വനംവകുപ്പ് പുലിയെ പിടികൂടിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ദൃശ്യങ്ങളാണ്. വനംവകുപ്പിന്റെ കൂട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നാട്ടുകാർ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു അല്പം മുൻപ് വരെ. കാരണം പുലിയെ കാണിക്കണം എന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് വനംവകുപ്പിന്റെ പിടിയിലായ പുലി ആ കൂട്ടിൽ കിടക്കുന്നതാണ്. കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആശങ്ക വിതച്ച ശേഷമാണ് ഇപ്പോൾ പുലിയെ പിടികൂടാൻ വനംവകുപ്പിന് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. സമീർ ബിൻ കരീമിൻ്റെ ടെലിഫോൺ ലൈൻ നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടുന്നില്ല. അവിടെ റേഞ്ചിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കേരള അതിർത്തിയായിരുന്ന പന്തല്ലൂർ, അവിടെയാണ് 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലിയെ ഇന്നിപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. വീണ്ടും പുലിയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു നേരത്തെ. പരിക്കേറ്റ യുവതി ഗൂഡല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സമീർ, കേൾക്കാമോ? കേൾക്കാം. സമീർ, ഇപ്പോൾ ഈ പുലിയെ പിടികൂടിയിട്ടുണ്ട്. വനംവകുപ്പ് പുലിയെ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് എന്തിനാണ്? ഗോപി, വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പുലിയെ നേരത്തെ രാവിലെ കണ്ട ഭാഗമായ ആംബ്രൂസ് വളവിൽ നിന്നും കാഴ്ചഭാഗത്തു നിന്നും പുലിയെ പിടികൂടി കൂട്ടിലേക്ക് മാറ്റി വനംവകുപ്പ് കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ നാട്ടുകാർ സമീർ, നിർഭാഗ്യവശാൽ അവിടെ റേഞ്ചിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും സമീർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ മറ്റൊരു വാർത്ത പരിശോധിച്ച ശേഷം സമീറിന് വീണ്ടും ടെലിഫോണിൽ ശ്രമിക്കാൻ പ്രൊഡക്ഷനിൽ പറയാം. തിരുവനന്തപുരത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം.
തിരുവനന്തപുരത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്ന് പരാതി. കാട്ടാക്കട കുറങ്കോണത്ത് ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയാണ് പുലർച്ചെ 3 മണിയോടെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. മുത്തശ്ശിയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാക്കി ഷർട്ടും കറുത്ത പാന്റും ധരിച്ചെത്തിയ ആളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത്. ഞങ്ങൾ വെളുപ്പാൻ രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു, 3 മണിക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യയുടെ അമ്മ കിടന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 2 വാതിൽ, അടുക്കള വാതിലും ഫ്രണ്ടിലെ മെയിൻ വാതിലും തുറന്നു കിടക്കുന്നു. ഹാളിലെ ലൈറ്റൊക്കെ അടഞ്ഞു കിടക്കുന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മോളെ എടുത്തും കൊണ്ട്, കട്ടിലിൽ ഉറങ്ങിക്കിടന്ന മോളെ എടുത്തും കൊണ്ട് ഹാളിൽ ഒരാൾ കൊണ്ടുവരുന്നത് കണ്ടു. ഈ മോള് ഞാനാണെന്ന് വിചാരിച്ച് മോള് പറഞ്ഞ് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പപ്പയല്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പയാണെന്ന് പറഞ്ഞ് മോളെ അമ്മാമ്മ പറഞ്ഞപ്പോഴും പപ്പയല്ല എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അമ്മാമ്മ എന്ന് വിളിച്ചപ്പോഴാണ് അമ്മയും കൂടെ ഉണർന്നത്. ഈ സമയത്ത് ഉണർന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു പയ്യൻ, അതായത് എൻ്റെ അത്ര പൊക്കവും എൻ്റെ അത്ര വണ്ണമുള്ള ഒരു ആൾ കൊച്ചിനെ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്ന് പറഞ്ഞ് അമ്മായി പുറത്തിറങ്ങുന്നത്. ഈ ഞാനല്ലെന്നും കൊച്ച് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചപ്പോഴാണ് ആൾ അവിടെ ഹാളിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടി. ഞങ്ങൾ ഈ ബേളം കെട്ടിട്ട് ഞങ്ങളും പുറത്തിറങ്ങി ഓടിയപ്പോഴത്തേക്കും പട്ടി കിടന്ന് കുടിക്കും, പക്ഷേ ആളിനെ കാണാനില്ല. ആ സമയത്ത് ആളിനെ വ്യക്തമായിട്ട് കണ്ടു, പക്ഷേ മുഖം കണ്ടില്ല. കാക്കി ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പിതാവ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അജ്ഞാതൻ കുതറിയോടി. ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കാട്ടാക്കട പോലീസ് എത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ പിതാവ് പറയുന്നതനുസരിച്ച് ഇതിന് പിന്നിൽ ഒരുപക്ഷെ ഇതിൽ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പറയുന്നത്? അന്വേഷണം ഏതുവരെയായി? ഗോപി, ആരാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുക തന്നെയാണ്. എന്നാലും ഈ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കാട്ടാക്കട പോലീസ് നടത്തി വരികയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ പൂവച്ചൽ കുറകോണത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ കുഞ്ഞിന്റെ ശബ്ദം കേട്ടുണർന്ന മുത്തശ്ശിയാണ് ഇത്തരത്തിൽ ഒരാൾ ഈ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത്. ഇവരുടെ കുഞ്ഞ് കരഞ്ഞതോടുകൂടി ഇയാൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും അതിന് പിന്നാലെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഈ കുഞ്ഞിന്റെ അച്ഛനും ഉണർന്ന് പുറത്തേക്ക് വന്നു. ഇയാളെ കുറച്ചു ദൂരം പിന്തുടർന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പിടികൂടാനായില്ല. അദ്ദേഹം കുതറി ഓടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം നടന്ന് തൊട്ട് പിന്നാലെ തന്നെ കാട്ടാക്കട പോലീസിനെയും കുടുംബം വിവരം അറിയിച്ചു. അതിന് പിന്നാലെ പോലീസ് എത്തുകയും ഈ കുടുംബത്തിന്റെയും മാതാവിന്റെയും പിതാവിന്റെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയും ഈ സംഭവത്തിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ വിശാലമായ ഒരു അന്വേഷണം തന്നെ നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളൊപ്പം മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ പരിഗണിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഗോപി, ഇതിൽ മറ്റെന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ പിതാവ് പറയുന്ന വിവരങ്ങൾ മാത്രമാണോ പോലീസിനുള്ളത്? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, എന്താണ് സംഭവിച്ചത് എന്നതിൽ എന്തെങ്കിലും ഒരു അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ആരെ കേന്ദ്രീകരിച്ചാണ്, ഏത് ദിശയിലാണ് ഈ അന്വേഷണം നടക്കുന്നത്? ഗോപി, നമ്മൾ ഏറ്റവും പ്രധാനമായും ഈ കാട്ടാക്കട പോലീസിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന അവർക്കും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, അതായത് പെട്ടെന്നൊരാൾ ഒരു ഗ്രാമത്തിൽ വരുന്നു, അവിടെ വന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നു, അതും വീടിനകത്ത്. ഈ ഡോറ് ഉൾപ്പെടെ അത് പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമില്ല, പക്ഷെ 2 വാതിലുകളും തുറന്നിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെ അദ്ദേഹം കയറി, ഇത് ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ അവ്യക്തതയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന് ആകെയുള്ള സൂചന ഈ മാതാപിതാക്കളുടെ മൊഴി, ഒപ്പം ഒരു കാക്കി ഷർട്ടും അതുപോലെ തന്നെ കറുത്ത പാൻറ്റും ധരിച്ചിരുന്നു എന്നുള്ളൊരു സൂചന. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള CCTV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ വിഷ്വലുകളൊക്കെ എടുത്തുകൊണ്ടൊരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഏറ്റവും പ്രധാനമായി പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു സൂചനയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരി, എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നതിൽ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ, ഈ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസിന് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ടിലേക്കാണ്. നേരത്തെ നമുക്ക് ആ റിപ്പോർട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സമീറിന് നമുക്ക് ടെലിഫോൺ ലൈനിൽ കിട്ടിയില്ല. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനം വകുപ്പിന്റെ പിടിയിലായിരിക്കുന്നു. 2 തവണയാണ് പുലിക്ക് നേരെ മയക്കുവെടി വെച്ചത്. കൂട്ടിലേക്ക് മാറ്റിയ പുലിയെ അല്പസമയത്തിനകം വനംവകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുപോകും. പക്ഷേ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. സമീർ, കേൾക്കാൻ കഴിയുന്നുണ്ടോ?
ഗോപി, നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വനം വകുപ്പ് പുലിയെ പിടികൂടി കൊണ്ടുപോയെങ്കിലും നാട്ടുകാരെ ഇത് കാണിച്ചിരുന്നില്ല, പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പുലിയെ പിടികൂടിയതായുള്ള കാര്യത്തിൽ വിശ്വാസമില്ല. തങ്ങളെ ഈ പുലിയെ കാണിക്കാതെ തങ്ങൾ സമരം അവസാനിപ്പിക്കില്ല, പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വനം വകുപ്പ് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി വലിയ രീതിയിലുള്ള വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടായി. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് പുലിയെ പിടികൂടിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ മൊബൈലിൽ ഇവർ ചിത്രീകരിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ കാണിച്ചെങ്കിലും പക്ഷേ നാട്ടുകാർ വഴങ്ങിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാനും അരമണിക്കൂറോളം മുന്നെയാണ് ഈ ആംബ്രോസ് വളവിന് താഴെയുള്ള താഴ്ഭാഗത്ത് വെച്ച് ഈ ചതുപ്പിൽ നിന്ന് ഈ പുലിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2 വെടികളാണ് ഈ പുലിക്ക് നേരെ വെച്ചത്. തുടർന്ന് ഈ മയങ്ങിപ്പോയ പുലിയെ ഈ വല ഉപയോഗിച്ച് ഈ റോഡ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്തേക്ക് എത്തിച്ച് ഉടൻ തന്നെ ഈ കൂട്ടിലേക്ക് മാറ്റി വനം വകുപ്പ് കൊണ്ടുപോവുകയായിരുന്നു. ഈ പിടികൂടുന്ന സമയത്തോ ഈ മയക്കുമടി വെക്കുന്ന സമയത്തോ നാട്ടുകാരെയോ മറ്റുള്ളവരെ ഒന്നും തന്നെ ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഈ പുലിയെ പിടികൂടിയിട്ടില്ല, ഇവർ മറ്റെന്തെയോ ജീവിയെ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ള ഒരു ആരോപണം നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ രാത്രി മുതലാണ് നാട്ടുകാരുടെ ഈ ഒരു പ്രതിഷേധ അല്ലെങ്കിൽ റോഡ് ഉപരോധ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടെയാണ് നാൻസി എന്ന് പറയുന്ന 3 വയസ്സുകാരി പെൺകുട്ടിയെ ഈ പുലി കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നാട്ടുകാർ പ്രതിഷേധ സമരം ആരംഭിക്കുകയായിരുന്നു. ഈ സമരം നടക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് കൂടി പുലിയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സ്ത്രീയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ അവർ ഗൂഡല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തുടർന്ന് ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച സമരം ഇപ്പോഴും ഈ ഭാഗത്ത് തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഹർത്താൽ നടക്കുന്നുണ്ട്. പൂർണ്ണമായും ജനങ്ങൾ ഹർത്താലുമായി പുലിയുടെ ആക്രമണത്തിനിരയായ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് സമീർ? ഗോപി, ഇവരുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്നാൽ ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഡിസംബർ 19 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഈ പുലി 6 പേരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതിൽ 2 പേർ കൊല്ലപ്പെടുകയും ബാക്കി 4 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ഈ പല ഘട്ടങ്ങളിലായി നാട്ടുകാർ ഈ പുലിയെ പിടികൂടണമെന്ന് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു നീക്കമോ നടപടികളോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരെ ഏറെ ചൊടിപ്പിച്ചത്. അതിനിടയിലായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനെ പുലി കടിക്കുകയും അത് നാട്ടുകാരെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയും സമരത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ രാത്രി എന്ന വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം ഇവിടെ സമരം ചെയ്യുകയും ഈ പുലിയെ പിടികൂടി കഴിഞ്ഞാൽ മാത്രമേ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് വരെ നാട്ടുകാർ എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇതിന് പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ കാണിച്ചില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. സമീർ, ഈ പുലിയെ വനംവകുപ്പ് പിടികൂടിയതോടെ മേഖലയിലെ ആശങ്ക ഒഴിഞ്ഞുപോയി എന്ന് പറയാറായോ? ഈ വർഷങ്ങളായി ഈ പ്രദേശത്ത് ഈ വന്യമൃഗ ശല്യം രൂക്ഷമാണ്. അതിൽ പുലിയുടെ ഒരു പ്രശ്നം മാത്രം ഒരുപക്ഷെ ഈ പിടികൂടുന്നതോട് കൂടി അവസാനിക്കുമായിരിക്കാം. പക്ഷേ ഈ കാട്ടാന ശല്യം ഒപ്പം തന്നെ പന്നി ശല്യം ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യങ്ങൾ ഏറ്റവും പ്രധാനമായും അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഗൂഡല്ലൂർ ഒപ്പം തന്നെ ഈ പന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശങ്ങൾ. പ്രധാനമായും ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ കൂടിയായതിനാൽ ഇവർ സ്ഥിരമായി ഈ വന്യജീവി ആക്രമണത്തിന് ഇരയാവുകയും പലപ്പോഴായി വലിയ പരുക്കുകൾ ഏൽക്കുകയും മരണപ്പെടുകയും വരെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനിടയിൽ ഈ പുലി ഭീതിയായിരുന്നു നാട്ടുകാരെ ഏറെ ആശങ്കപ്പെടുത്തിയത്. ഒരുപക്ഷെ പുലിയെ പിടികൂടിയതോടെ അതിന് വിരാമമായിരിക്കാം. പക്ഷേ മറ്റു വന്യമൃഗ ശല്യങ്ങളുടെ പ്രശ്നം ഇപ്പോഴും ഇവിടെ തുടരും. സമീർ, ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് എന്താണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യം? ഗോപി, പലപ്പോഴായി നാട്ടുകാർ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ രാവിലെ ഇവിടെ പ്രതിഷേധം ചിത്രീകരിക്കാൻ എത്തിയ സമയത്തൊക്കെ തന്നെ നാട്ടുകാർ പറയുന്നത് പുലിയെ പിടികൂടുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കുകയോ അല്ല ചെയ്യേണ്ടത്. പുലിയെ
വെടിവെച്ച് കൊല്ലണം, എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂ എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. പക്ഷേ അതിനൊക്കെ സാങ്കേതിക തടസ്സങ്ങളും നിയമ തടസ്സങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ പുലിയെ വനംവകുപ്പ് പിടികൂടിയത് ഏറെ സാഹസപ്പെട്ടാണ്. കാരണം ഈ പുലി ഇന്ന് രാവിലെയോട് കൂടി പുലിയെ കണ്ടെത്തിയത് ഒരു ചതുപ്പ് നിറഞ്ഞ ഒരു ഭാഗത്താണ്. ഇവിടെ ഈ കൈതച്ചെടികൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതുകൊണ്ട് തന്നെ പുലിയുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് മാത്രമേ വനം വകുപ്പ്, അല്ലെങ്കിൽ ആരോഗ്യം കൂടി പരിഗണിച്ചുകൊണ്ട് നേരെ സമയമെടുത്താണ് വനം വകുപ്പ് അല്ലെങ്കിൽ ഈ വെറ്റിനറി ഡോക്ടർ ഈ പുലിക്ക് നേരെ ഈ വെടിയുതിർത്തത്. പക്ഷെ അതിന് തന്നെ ഏറെ സമയം എടുക്കേണ്ടി വന്നു. കാരണം ഈ കൈതച്ചെടികൾക്കുള്ളിലാണ് മറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമൊക്കെ തന്നെ ഉണ്ടായി. അങ്ങനെ ഏറെ പണിപെട്ട് മണിക്കൂറുകൾ എടുത്ത് പുലിയുടെ ആരോഗ്യം കൂടി പരിഗണിച്ച ശേഷമാണ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കുകയും പുലിയെ താഴെ നിന്ന് മുകളിലേക്ക് എത്തിച്ച് ഇപ്പോൾ വനം വകുപ്പ് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വന്യജീവികളെ പാർപ്പിക്കുന്ന ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ മുതുമല പോലെയുള്ള ഇത്തരം കേന്ദ്രങ്ങളിലേക്കോ ആയിരിക്കും മാറ്റുക എന്നുള്ളതാണ്. ശരി, സമീർ ബിൻ കരീമാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. നാട്ടുകാർക്ക് ഇപ്പോഴും അവിടെ പ്രതിഷേധമുണ്ട്. പുലിയെ പിടികൂടിയെങ്കിലും മേഖലയിൽ വന്യജീവികളുടെ ശല്യം മൂലം ഉണ്ടാകുന്ന ആശങ്ക അവർക്ക് ഒഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഇടപെടൽ വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടിപ്പെരിയാറിലെ വാർത്തയിലേക്കാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത്. ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. പിതാവിനെ ആക്രമിച്ചത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും ആക്രമിച്ച കേസിൽ പ്രകോപനമുണ്ടാക്കിയത് പ്രതി പാൽരാജ് ആണെന്ന് പോലീസ്. കുട്ടിയുടെ പിതാവിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം എന്നാണ് FIR. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. ആക്രമണം ആസൂത്രിതമാണെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ 24നോട് പ്രതികരിച്ചു. ഇന്നലെ ഉണ്ടായത് തികച്ചും ക്രിമിനൽ കുറ്റമാണ്. ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ്. അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. പോലീസിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. അത് ആളുകൾ ടൗണിൽ വരുന്നു പോകുന്നു, അതിനിടയിൽ ഇവർ കരുതിക്കൂട്ടി വന്ന് ചെയ്തതാണ് ഈ സംഭവം എന്നുള്ളത് ഉറപ്പാണ്. ആദ്യം ആക്രമിച്ചത് കുട്ടിയുടെ പിതാവാണെന്നും പോലീസിന്റേത് കള്ളക്കേസാണെന്നും പാൽരാജിന്റെ കുടുംബം പ്രതികരിച്ചു. ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം കാണണം. കുടുംബക്കാർ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആരും വന്ന് ചോദിച്ചിട്ടില്ല. അർജുനെ വിടുതല ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങൾ പേടിച്ച് ഒതുങ്ങി. ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്ന. എൻ്റെ കെട്ടിവൻ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. ദയവ് ചെയ്ത് ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ ഇരയുടെ അച്ഛനും മുത്തച്ഛനും നേരെയുണ്ടായ ആക്രമണത്തിൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരുവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അക്കാര്യത്തിൽ ഗവൺമെന്റ് നന്നായി ഇടപെടും. ആ കേസ് നല്ല രൂപത്തിൽ അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടൽ നടത്തും. ഒപ്പം അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്തു കൊടുക്കും. അത് ഏതാണ് പോലീസ് അതിന്റെ കൃത്യമായി പരിശോധിച്ചതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് അങ്ങേയറ്റം അപലനീയമായൊരു സംഭവമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരും. വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ത്രീജ്വാല എന്ന പ്രതിഷേധം തുടങ്ങി. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ സ്ത്രീജ്വാല കോൺഗ്രസിന്റെ പ്രതിഷേധം വണ്ടിപ്പെരിയാറിൽ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഒപ്പം ചേരുന്നു. വിഷ്ണു, വണ്ടിപ്പെരിയാറിലെ സംഭവം, അതായത് ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരനെയും നേരത്തെ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത അർജുന്റെ ബന്ധുക്കൾ ആക്രമിച്ച സംഭവത്തിൽ എത്രത്തോളം പ്രതിഷേധം അവിടെയുണ്ട്? ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ത്രീജ്വാല പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് കോൺഗ്രസിന്റെ ആവശ്യം? എന്താണ് നേതാക്കൾ പറയുന്നത്? സംഭവം അവിടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടോ?
ഗോപികൃഷ്ണൻ, ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസിന്റെ സ്ത്രീജ്വാല സംഘടിപ്പിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്ന് നിലവിൽ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കറുപ്പണിച്ചാണ് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ എത്തിച്ചേർന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതിന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, കഴിഞ്ഞ ദിവസം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ കോടതിയിൽ നൽകിയിരുന്നു. പക്ഷേ അപ്പീലല്ല നൽകേണ്ടത്, അതിനപ്പുറത്ത് ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണം. ഒരു പുതിയ ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഒരു കേസ് അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തും വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ല. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരത്തെയും വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഒരു തരത്തിലുള്ള സുരക്ഷ ഒരുക്കാതെ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഈ പ്രതി രക്ഷപ്പെടാനുള്ള കാരണത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന് വഴിവെച്ചത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ അട്ടിമറി സംഭവിച്ചു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ എല്ലാ വീഴ്ചകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ആദ്യപടിയായാണ് വണ്ടിപ്പെരിയാറിൽ ഇത്തരത്തിലൊരു സ്ത്രീ ജ്വാല, ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും വനിതാ പ്രവർത്തകരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ജ്വാല നടത്തി അതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വിധിക്ക് വന്നതിന് പിന്നാലെ സർക്കാരിനും പോലീസിനും സംഭവിച്ച വീഴ്ച ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധ മാർച്ച് ഇവിടെ നടന്നതാണ്. അക്രമാസക്തമായതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് വീണ്ടും ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത്. ഇന്നലെ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതും ഈ പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ജാല സംഘടിപ്പിച്ചിരിക്കുന്നത്. ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യുക. കഴിഞ്ഞ ദിവസം വാളയാറിലെ പെൺകുട്ടികൾ അവരുടെ അമ്മ കൊളുത്തിവിട്ട ആ തീ ദീപശിഖയുമായാണ് ഈ ജാഥ വണ്ടിപ്പെരിയാറിലേക്ക് എത്തിയത്. വാളയാറിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് എന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു. അത് കേരളത്തിലെ സ്ത്രീകളും കുട്ടികളും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അവർ അതിക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നു. ആലുവയിലും വണ്ടിപ്പെരിയാറിലും അതോടൊപ്പം വാളയാറിലുമെല്ലാം നാം കണ്ടതാണ്. പക്ഷേ പലയിടങ്ങളിലും ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അതിന് കൃത്യമായ നീതി ഉറപ്പാക്കാൻ പോലീസിന് ആകുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കി അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ഒരു സർക്കാരിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഭരിക്കുന്ന ഒരു നാട്ടിലാണ് സ്ത്രീകൾ ഇത്തരത്തിൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിലവിൽ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം. വണ്ടിപ്പെരിയാർ വിഷയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസും കോടതിയെ സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അപ്പീലല്ല, ഈ നേരത്തെ നൽകിയ കുറ്റപത്രവുമായി കോടതിയിൽ പോകുകയല്ല വേണ്ടത്. അതിനപ്പുറം ഈ കേസ് പുതുതായി അന്വേഷിച്ച് ഒരു മികച്ച ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഈ കേസിന്റെ ഒരു പുതിയ കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്ന് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ പീരുമേട് MLA ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തുന്നതിന് വിലങ്ങുതടിയായി നിന്നത് പീരുമേട് MLA ആണെന്നൊരു ഗുരുതര ആരോപണം ഇന്നലെ മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി ഇന്ന് MLA ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ കുട്ടിക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിക്കുന്നു. അങ്ങനെ സർക്കാർ ആവർത്തിക്കുന്നതിനിടയിലാണ് ഇന്നലെ ആ കുട്ടിയുടെ പിതാവിന് നേരെ നടു റോട്ടിൽ വെച്ച് ഗുരുതരമായ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ളത് ഏറ്റവും വസ്തുതാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് സുരക്ഷയാണ് ആ കുടുംബത്തിന്, എന്ത് നീതിയാണ് ആ കുടുംബത്തിന് സർക്കാർ നൽകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. പൊതുസമൂഹമാകെ ആ ചോദ്യം ഇന്നലെ മുതൽ ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഈ പ്രതിഷേധ സ്ത്രീ ജ്വാല എന്നെല്ലാം അതിന്റെ ഒരു അടയാളമായി, അല്ലെങ്കിൽ അതിനെല്ലാം മൂർച്ച കൂട്ടുന്ന, ആ ചോദ്യങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന ഒന്നായി സ്ത്രീ ജ്വാല മാറും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതോടൊപ്പം കോൺഗ്രസിന്റെ സമുന്നതായ പ്രതിഷേധ റാലി നടക്കുകയാണ്, ധർണ നടക്കുകയാണ്. സ്ത്രീ ജ്വാല എന്ന പ്രതിഷേധ പരിപാടിയുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വണ്ടിപ്പെരിയാറിലെ സംഭവത്തിൽ നീതി ഉറപ്പാക്കുന്ന, അതായത് ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്ന ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കേസിൽ ഒളിച്ചുകളി നടക്കുന്നുണ്ട് എന്ന രാഷ്ട്രീയ ആക്ഷേപവും കോൺഗ്രസിനുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അതിനിടെയാണ് ഇപ്പോൾ ഇരയാക്കപ്പെട്ട ഇരയുടെ ബന്ധുക്കൾക്ക് നേരെ, അച്ഛനും സഹോദരനും നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തണം എന്ന ആവശ്യം ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു വിഷ്ണു സുരേഷ് പങ്കുവച്ചത്.
നമുക്ക് ഇനി പോകാനുള്ളത് കൊല്ലത്തെ കലോത്സവ വേദിയിലേക്കാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദികളിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന പുതിയ വിവരം. അപ്രതീക്ഷിതമായ മഴയിൽ പ്രധാന വേദിയായ ആശ്രാമം മൈതാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും മത്സരാർത്ഥികൾക്കും മത്സരം കാണാനെത്തിയവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഥാപ്രസംഗം മത്സരം മഴ മാറുന്നതുവരെ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കലോത്സവ നഗരിയിൽ നിന്ന് കീർത്തന കേശവൻ, ഒപ്പം തന്നെ ഗോപിക സുരേഷ് എന്നിവർ നമുക്ക് വിവരങ്ങളുമായുണ്ട്. കീർത്തന, ഇതുവരെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ആവേശത്തോടുകൂടി മുന്നോട്ട് പോവുകയായിരുന്നു കലോത്സവത്തിലെ മത്സര ഇനങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇന്ന് വലിയ മഴ പെയ്തിട്ടുണ്ട്. അവിടെ ഈ മഴ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് മത്സരങ്ങളെയും അതുപോലെ തന്നെ ഈ കാണാനെത്തിയവരെയൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് കഥാപ്രസംഗ വേദിയായ വേദി 8 ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി 8-ലാണ് നിൽക്കുന്നത്. അപ്രതീക്ഷിതമായാണ് വില്ലനായി മഴ ഇവിടെ എത്തിയത്. കഥാപ്രസംഗ മത്സരം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. മഴ കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. നല്ല ഇടിമിന്നലുണ്ട്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇവിടെ മത്സരങ്ങൾ നിർത്തിവെച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മഴ മാറിയതിന് ശേഷം മത്സരങ്ങൾ തുടരും. ഇവിടുത്തെ അധികൃതർ ഒഫീഷ്യൽസ് നൽകിയ വിവരമാണത്. കഥാപ്രസംഗ മത്സരം നിർത്തിവെക്കാനുണ്ടായ കാരണം ഈ മഴ കനത്തത് മൂലം ഷീറ്റിൽ നല്ല രീതിയിൽ ശബ്ദമുണ്ടാകുന്നുണ്ട് ഈ മേൽക്കൂരയിൽ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അവർക്ക് നല്ല ഉച്ചത്തിൽ പറയേണ്ടി വന്നൊരു സാഹചര്യം, അവരുടെ ശബ്ദത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥ വരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് കഥാപ്രസംഗ മത്സരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. നമ്മളിവിടെ അധികൃതരോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പാണ് ലഭിച്ചത്, താൽക്കാലികമായി നിർത്തിവെക്കാം, അതിനുശേഷം മഴ ഒന്ന് അടങ്ങുമ്പോൾ രണ്ടാമത് തുടരാം എന്നുള്ള രീതിയിൽ ഒരു അറിയിപ്പാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് ഇപ്പോൾ മഴ അടങ്ങുമെന്ന് തോന്നുന്നില്ല. മഴ ഈ അടുത്ത സമയത്തൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഇവിടെ വലഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. അടുത്തതായി കയറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് അവരുടെ അഭിപ്രായം, അവർക്ക് എന്താ പറയാനുള്ളത് എന്ന് കൂടെ കേൾക്കാം. മഴ മൂലം ഇപ്പം മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. മോനെ, മഴ മൂലം മത്സരം നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. മോൻ കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതല്ലേ, എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എന്താണ്, മഴ കാരണം കഥാപ്രസംഗം മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മഴ മാറട്ടെന്നാ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഒച്ചത്തിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യമല്ലേ മഴ മൂലം? അപ്പോൾ നിങ്ങളുടെ ടീം അടുത്തത് കയറാനുള്ളതായിരുന്നോ? അല്ലല്ല, 2 ടീം കഴിഞ്ഞിട്ടാണ് കയറുന്നത്. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം. മഴ ഇപ്പോൾ അടുത്തൊന്നും കീർത്തന, ഈ മഴ കാരണം തടസ്സപ്പെട്ടിരിക്കുന്നത് കഥാപ്രസംഗം മത്സരം മാത്രമാണോ അതോ മറ്റു വേദികളിൽ ഈ മത്സരങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങളുണ്ടോ കീർത്തനയുടെ കയ്യിൽ? ഞാനിപ്പോൾ നിൽക്കുന്ന കഥാപ്രസംഗ വേദിയിലാണ് ഗോപികൃഷ്ണൻ. പ്രധാന വേദി ആശ്രാമ മൈതാനിയിൽ അടക്കം കനത്ത മഴയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ മത്സരങ്ങൾ ഇപ്പോൾ സംഘനൃത്തമാണ് ആശ്രാമ മൈതാനിയിൽ പുരോഗമിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ശരി, ഞാൻ അവിടെ നമുക്ക് ഗോപിക സുരേഷ് ഉണ്ട് പ്രധാന വേദിയിൽ നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ഗോപിക, ഇപ്പോൾ കീർത്തന പറയുകയായിരുന്നു ഈ കഥാപ്രസംഗ വേദിയിൽ മഴ പെയ്തതിനെ തുടർന്ന് മത്സരം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. മഴ കാരണം കുട്ടികൾക്ക് അവരുടെ പ്രകടനം മികച്ച രീതിയിൽ പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാണാൻ വന്നവർക്കും അല്ലെങ്കിൽ ജഡ്ജസിനുമൊക്കെ അത് വിലയിരുത്താനും പറ്റാത്ത സാഹചര്യമുണ്ട്. അതാണിപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. എന്താണ് പ്രധാന വേദിയിലെ സാഹചര്യം? അവിടെ എന്താണ്, ഏത് ഇനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? അവിടെ മത്സരം തുടരുകയാണോ അതോ മഴ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയായ വേദി 1-ലാണ്, ആശ്രമ മൈതാനത്താണ്. അപ്രതീക്ഷിതമായാണ് മഴ എത്തിയത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ സംഘനൃത്ത മത്സരമായിരുന്നു, HS വിഭാഗത്തിന്റെ സംഘനൃത്ത മത്സരമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മൂലം നേരത്തെ കീർത്തന സൂചിപ്പിച്ചതുപോലെ സംഘനൃത്ത മത്സരവും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും ആദ്യം കഥാപ്രസംഗ മത്സരം നിർത്തിവെച്ചെങ്കിൽ പോലും ഈ വേദിയിൽ സംഘനൃത്ത മത്സരം പൊടി പൊടിച്ച് നടക്കുകയായിരുന്നു. മഴയൊക്കെ അവഗണിച്ച് മത്സരം നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ തരത്തിലുള്ള ഇടിയും മിന്നലും അടക്കമുള്ള മഴ പെയ്തതോടുകൂടി സംഘനൃത്ത മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കാണികളൊക്കെ കുറെ പേർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയൊക്കെ. തിരിച്ചു പോവാണോ ചേച്ചി? അല്ല, പോകുന്നില്ല. ഇല്ലില്ല, പരിപാടി പൂർണ്ണമായും കണ്ടിട്ടേ പോകുന്നു. പരിപാടി പോവാണോ? പോവുക. കുറേയധികം പേർ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ കുറച്ചധികം പേർ ഒരുപാട് ദൂരെയാണ് തിരിച്ചു പോവുക.
പ്രതികൂല കാലാവസ്ഥ മൂലം സംഘനൃത്ത മത്സരം അല്പസമയത്തേക്കാണ് നിർത്തിവെച്ചിരിക്കുന്നത്. മഴ കുറയുന്ന മുറയ്ക്ക് സംഘനൃത്ത മത്സരം ആരംഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു വേദി നോക്കുകയാണെങ്കിൽ 10,000-ഓളം കാണികളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്, വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ ഒരു വലിയ തിരക്ക് സംഘനൃത്തം തുടങ്ങിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. നിന്നുപോലും കാണികൾ വേദിയിൽ മത്സരം കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പുറത്ത് ഈ ആശ്രമ മൈതാനം നമുക്കറിയാം 70 ഏക്കറോളം പരന്നു കിടക്കുന്ന വലിയ മൈതാനമാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് ഈ സ്റ്റോളിന്റെയും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒക്കെ മുന്നിൽ കുറേയധികം കാണികൾ ഉണ്ടായിരുന്നു. പുറത്ത് വലിയ സ്ക്രീനുകളുണ്ട്. ആ സ്ക്രീനുകൾ നോക്കി നിൽക്കാൻ കുറെ കാണികൾ ഉണ്ടായിരുന്നു. അങ്ങനെ മഴ കൂടിയ ഒരു സാഹചര്യത്തിൽ എല്ലാ കാണികളും കൂടി പ്രധാന വേദിയിലേക്ക് തിക്കിത്തിരക്കുന്ന ഒരു കാഴ്ചയും കാണാം. അതുപോലെ തന്നെ ഈ പ്രധാന വേദിയുടെ ചിലയിടങ്ങളിൽ ഈ മഴ മൂലം മേൽക്കൂരയിൽ നിന്ന് ചോരുന്ന ഒരു അവസ്ഥയുമുണ്ട്. ആ തരത്തിൽ കാണികളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ മഴ വലിയ ദുരിതമാണ് വിതച്ചിരിക്കുന്നത്. ഇടിമിന്നൽ അടക്കമുള്ള മഴയുണ്ട്. വേദി ചോർന്നുണ്ടോ ചേട്ടാ? പന്തലിന്റെ മുകൾ ഭാഗം പോലും ഇപ്പൊ ചോർന്നൊലിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതെ അതെ, പന്തലിന്റെ മുകൾ ഭാഗം പോലും ചോർന്നൊലിക്കുന്ന തരത്തിൽ അത്ര വലിയ മഴയാണ്. പെട്ടെന്നാണ് മഴ പെയ്തത്. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് മഴ പെയ്തത്. ഏതായാലും മത്സരം നിർത്തിവെച്ചത് കൊണ്ട് ഇനിയാണോ മത്സരം? അല്ല, മത്സരം കഴിഞ്ഞിട്ട് മാറ്റാൻ പോകാൻ പറ്റാതെ നിൽക്കുക. അതെ, ഇനി മത്സരം ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. അതെ അതെ, മത്സരം കഴിഞ്ഞ് എത്തുന്ന കുട്ടികൾക്ക് പോലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അവരൊക്കെ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. സംഘനൃത്തം മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് മഴ തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്, അതോ പെട്ടെന്ന് തീരുന്ന ഒരു മഴയാണോ ഇത്? ഇപ്പൊ ആശ്രമം ഗ്രൗണ്ടിലൊക്കെ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഗോപി? ഇത് കണ്ടിട്ട് പെട്ടെന്ന് അതെ അതെ, ഇത് കണ്ടിട്ട് പെട്ടെന്ന് കഴിയുന്ന ഒരു മഴയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇടിമിന്നൽ അടക്കമുള്ള വളരെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആശ്രമ മൈതാനത്തൊക്കെ വെള്ളക്കെട്ട്. സ്വാഭാവികമായിട്ടും ഗോപിക, ഇപ്പോൾ ഈ മത്സരങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ സമയക്രമം പാലിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ഇപ്പോൾ നാളെ കലാശക്കൊട്ടിന്റെ ദിവസമാണ്, തിരശ്ശീല വീഴുന്ന ദിവസമാണ് കലോത്സവത്തിന്. അപ്പോൾ ഈ സമയക്രമം പാലിക്കുക എന്നതൊരു ബുദ്ധിമുട്ടാകില്ലേ? ഗോപി, തീർച്ചയായും സമയക്രമം പാലിക്കുക ഇനി ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ അപ്രതീക്ഷിതമായി പെയ്ത മഴയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അരമണിക്കൂർ വൈകിയാണ് ഈ പ്രധാന വേദിയിൽ HS വിഭാഗത്തിന്റെ സംഘനൃത്തം ആരംഭിച്ചത്. പക്ഷേ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ മേൽക്കൂരയിലടക്കം വലിയ തരത്തിലുള്ള ശബ്ദമുള്ളത് കൊണ്ട് ഈ കുട്ടികൾക്ക് പാട്ട് കേൾക്കാനോ നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ കഥാപ്രസംഗം അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും തന്നെ തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വമാണ്. കാണികൾ ഒക്കെ തന്നെ ഈ വേദിയിലേക്ക് കയറി നിൽക്കുന്നു. പുറത്ത് കുറെ സ്റ്റാളുകൾ കാണാം. അവിടെയൊക്കെ തന്നെ കാണികൾ കയറി നിൽക്കുന്ന അവസ്ഥ, വേദിയുടെ മേൽക്കൂരയൊക്കെ ചോർന്നൊലിക്കുന്ന അവസ്ഥ, ഈ മൈതാനം നിറയുന്ന അവസ്ഥ, അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ ആഘോഷത്തോടുകൂടി വളരെ ഉത്സവ ലഹരിയിലായിരുന്ന ഈ കൊല്ലത്തെ കലോത്സവ വേദികളിൽ ഇപ്പോൾ മഴ തിമിർത്ത് പെയ്യുകയാണ്. അത് മത്സരാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ കാഴ്ചക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആശ്രമ മൈതാനിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി മത്സര ഇനങ്ങൾ വൈകാനുള്ള സാധ്യതകൾ വന്നിരിക്കുന്നു. പല വേദികളിലെയും മത്സരങ്ങൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കഥാപ്രസംഗ വേദിയിൽ നിന്ന് കീർത്തനയും അതോടൊപ്പം പ്രധാന വേദിയിൽ നിന്ന് ഗോപികയും നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വേദികളിലൊക്കെ മത്സരങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളും ആശങ്കയിലാണ്, വിഷമത്തിലാണ്. മഴ ഉടനെ ശമിച്ചാൽ മാത്രമേ സമയക്രമം പാലിക്കാൻ കഴിയൂ എന്ന ഒരു പ്രശ്നം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കലോത്സവ വേദിയിൽ നിന്ന് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ മഴയുടേതാണ്. ആ റിപ്പോർട്ടുകളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. മറ്റു വാർത്തകളുമായി തുടരുന്നു. ഇന്ന് സംഭവിച്ചത്. കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറയ്ക്കലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, എന്താണ് ഈ മരണത്തിന് ഉള്ള കാരണം?
ഗോപികൃഷ്ണൻ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആലക്കോട് പാത്തൻപാറ സ്വദേശിയായ കർഷകൻ ജോസ് ഇടപ്പാറയ്ക്കൽ വീടിന് സമീപമുള്ള പറമ്പിൽ തൂങ്ങി മരിച്ചത്. അദ്ദേഹം ഹ്രസ്വകാല വിളകൾ, തുച്ഛമായ സ്ഥലം മാത്രമേ അദ്ദേഹത്തിന്റെ പേരിലുള്ളൂ. പക്ഷേ ഹ്രസ്വകാല വിളകൾ അദ്ദേഹം സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു 2500ഓളം വാഴ കഴിഞ്ഞ പ്രാവശ്യം മാത്രം കൃഷി ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം നശിച്ചുപോയി. അദ്ദേഹം കൈവായ്പയായി പല തുകയും വാങ്ങിയിരുന്നു. അവയൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെയുള്ള ഒരു സ്വയം സഹായ സംഘത്തിൽ നിന്നൊരു തുക തരപ്പെടുത്താൻ ശ്രമിച്ചു. അതും കഴിയാതെ വന്നു. അതാണ് അദ്ദേഹത്തെ വലിയ തോതിൽ മനോവിഷമത്തിലാക്കിയിരുന്നു. ആലക്കോട് പോലീസ് ഒരു പ്രാഥമിക മൊഴി കുടുംബാംഗങ്ങളുടെ രേഖപ്പെടുത്തിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യതയും ഒപ്പം ഈ കൃഷി നശിച്ചതും ഈ തുക സമാഹരിക്കാൻ കഴിയാതെ പോയതും ഒക്കെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ശ്രീ ബിനോയ് തോമസ് കൂടി ചേരുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റാണ് എടപ്പാറയ്ക്കൽ ജോസേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദി. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ജോസേട്ടൻ ആത്മഹത്യ ചെയ്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ തെങ്ങ്, കമുക് അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും വിലയില്ലാതായി. ആ വിലയില്ലാതായ സാഹചര്യത്തിൽ തെങ്ങിൽ നിന്നും അല്ലെങ്കിൽ കമുകിൽ നിന്നും റബ്ബറിൽ നിന്നും കിട്ടുന്ന ആദായം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ആ പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷക്കാലമായി ഏത്തവാഴ കൃഷി ആരംഭിച്ചത്. ആ ഏത്തവാഴ കൃഷി കഴിഞ്ഞ 3 വർഷമായി നിരന്തരമായി കാറ്റത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 3 വർഷമായി അപേക്ഷ കൊടുത്ത് അദ്ദേഹം നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹത്തിന് ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ല. ഒരു വശത്ത് വന്യമൃഗങ്ങളുടെയും മറ്റ് ആനയടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം മൂലം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യം. മറുവശത്ത് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വാഴ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയപ്പോൾ അതിന് നയാ പൈസ പോലും നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ വേദനയിലാണ് അദ്ദേഹം കടമായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയും അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ശ്രീ എടപ്പാറയ്ക്കൽ ജോസേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അടിയന്തരമായും 50 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കണമെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ഇത്രയും കാലം അധ്വാനിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ചെത്തിത്തേക്കാത്ത ഒരു ചെങ്കല്ല് കൊണ്ടൊക്കെ പണിതൊരു സംവിധാനത്തിലേക്ക് അദ്ദേഹം മാറി താമസിക്കണം. ഇത്ര കാലം അധ്വാനിച്ചിട്ടും അതിലും ഒരു മെച്ചമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതൊക്കെ അദ്ദേഹത്തിന് വിഷമമായി. ഇതിൻ്റെ കൂടെ ഈ ബാധ്യതയും കൂടി വന്നപ്പോൾ ഒരു പ്രയാസമായി എന്നാണ് തോന്നുന്നത്. 100%. ഈ കരാമരംതട്ട് പ്രദേശത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ പ്രദേശത്ത് ഇവിടെയൊക്കെ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പന്നിയുടെ അടക്കമുള്ള ആനയടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം കാരണം ഒരു കാർഷിക ഉൽപ്പന്നവും കൃത്യമായി കൃഷി ചെയ്ത് ഉൽപ്പന്നം വിളവെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വാഴയടക്കം എന്ത് കൃഷി ചെയ്താലും അവിടെ ഒന്നും കിട്ടാത്ത സാഹചര്യം. അതിനുശേഷമാണ് 2003 ആയപ്പോഴേക്കും മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു, അടയ്ക്കയുടെ വില കുറഞ്ഞു, അതുപോലെ തന്നെ തേങ്ങയുടെ വില കുറഞ്ഞു. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിനും മതിയായ വില കിട്ടാതെ വന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കർഷകൻ അവൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം സൗകര്യമായി ചെയ്തു കൊടുക്കുകയോ ചെയ്യുക? അതിനൊന്നും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം സമ്പൂർണ്ണമായി അദ്ദേഹത്തിന് ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് അഭിമാനിയായ പല ആളുകളും ഇതൊന്നും പുറത്ത് പറയില്ല. അവർ വായ്പകൾ വാങ്ങിയും എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകാൻ നോക്കും. എനിക്കില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സമീപിച്ചുകൊണ്ട് പണം കടം വാങ്ങണം, തരണം, എന്നെ സഹായിക്കണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണം വേണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് പണം വേണം, മക്കളുടെ വിവാഹത്തിന് പണം വേണമെന്ന് ചോദിക്കാൻ കഴിയാത്ത അഭിമാനിയായ മനുഷ്യൻ അദ്ദേഹം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ശരി, പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറയ്ക്കലിനെയാണ് മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തിയത്. കൃഷി നശിച്ചതിലുള്ള മനോവിഷമമാണ് മരണത്തിന് ഇടവരുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സജു ദേവസ്യ അതിൻ്റെ വിവരങ്ങൾ നൽകിയതാണ്. 4 വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു, ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പി, ഡോക്ടർ ബൈജു എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. അപകടമുണ്ടാക്കിയ ദിഷണ ഫെസ്റ്റിന്റെ കൺവീനറായിരുന്നു ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പിയും ഡോക്ടർ ബൈജുവും. കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്കുള്ള IPC 304A വകുപ്പ് പ്രകാരമാണ് 3 പേരെയും പ്രതിയേർത്തത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അധ്യാപകർക്കെതിരെ കേസെടുത്ത വിവരമുള്ളത്. നവംബർ 25 നടന്ന ദുരന്തത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. പരിപാടിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കത്ത് ലഭിച്ചിട്ടും പോലീസിന് കൈമാറാതിരുന്ന രജിസ്ട്രാറെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പ്രതിയാക്കിയേക്കും. S. ശ്യാംകുമാർ, 24 കൊച്ചി. ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ശ്യാം, എന്താണ് FIR-ൽ പറയുന്നത്? ഇപ്പോൾ ഈ കേസിൽ മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകർ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്?
ഗോപികൃഷ്ണൻ അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തിരുന്നത്. അത് നവംബർ 25-നുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ശേഷം 60-ലധികം പേർക്ക് പരിക്കേറ്റതോടെയാണ് ആ കേസ് എടുത്തിരുന്നത്. തുടരന്വേഷണത്തിലാണ് പ്രത്യേക സംഘം ഈ വകുപ്പുകൾ മാറ്റുകയും 304A മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് ചുമത്തുകയും ചെയ്തത്. ആ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പലിനും ആ ചടങ്ങിൻ്റെ ചുമതല വഹിച്ചിരുന്ന കൺവീനർമാരായ അധ്യാപകർക്കുമെതിരായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരായ പ്രധാനപ്പെട്ട കുറ്റം ആസൂത്രണത്തിലെ പിഴവും കുട്ടികളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതുമാണ്. ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നത് രജിസ്ട്രാർക്കെതിരെയായിരുന്നു. കാരണം പരിപാടി നടക്കുമ്പോൾ കുട്ടികൾക്ക് പോലീസ് സംരക്ഷണം വേണം, പരിപാടിക്ക് പോലീസ് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് രജിസ്ട്രാർ പോലീസിന് നൽകാതെ പിടിച്ചു വച്ചിരുന്നു. ഇത് ഒരു വീഴ്ചയായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ രജിസ്ട്രാറെയും കേസിൽ പ്രതിയാക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിലാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ 3 അധ്യാപകരെ പ്രതിയാക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ സ്വാഭാവികമായും രജിസ്ട്രാർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാകുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. നിലവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അധ്യാപകരെ പ്രതിയാക്കുകയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കുള്ള കുറ്റം ചുമത്തിയതായും പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ അതൃപ്തി അറിയിച്ച് ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ചായിരുന്നു പരാമർശം. മാലിദ്വീപ് യുവജന വകുപ്പ് മന്ത്രി മറിയം ഷിവുനെയാണ് പരാമർശം നടത്തിയത്. വിവാദമായതിന് പിന്നാലെ എക്സ് പോസ്റ്റുകൾ പിൻവലിച്ചിരുന്നു. മന്ത്രിയുടേത് സർക്കാരിന്റെ നിലപാടല്ലെന്നും വ്യക്തിപരമെന്നുമാണ് മാലിദ്വീപിന്റെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, ഇത് വലിയ എത്രത്തോളം ഗൗരവത്തിലാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്? പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തി എന്ന നിലയ്ക്കാണോ? എന്താണ് ഇപ്പോൾ ഈ സംഭവം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ അതൃപ്തി ഇക്കാര്യത്തിൽ മാലദ്വീപ്സിനെ അറിയിക്കാനുണ്ടായ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരായി വ്യാപകമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ മന്ത്രി നടത്തിയ പരാമർശം എന്ന നിലയ്ക്കും പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശം എന്ന നിലയ്ക്കും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ മാലദ്വീപ്സിനെ ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. മന്ത്രി മറിയം ഷിവുവ നടത്തിയ പരാമർശത്തിൽ എന്നാൽ മാലദ്വീപ് സർക്കാർ ആകട്ടെ ഇത് വ്യക്തിപരമായ ഒരു പരാമർശമാണ് എന്നും ഇത് രാജ്യത്തിന്റെ നിലപാടല്ല എന്നുമാണ് ഇന്ത്യക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ നടത്തിയ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ലക്ഷദ്വീപ് മന്ത്രിയുടെ ഈ പ്രതികരണം വന്നത്. വിവാദമായതിന് തൊട്ടു പിന്നാലെ ഈ എക്സ് പോസ്റ്റുകൾ മന്ത്രി പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇത് മാപ്പ് പറയുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ മറ്റും ഉണ്ടായിട്ടില്ല. എന്തായാലും മന്ത്രിയെ തള്ളിക്കൊണ്ട് സർക്കാർ തന്നെ മാലദ്വീപ് സർക്കാർ തന്നെ ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ സമൂഹ മാധ്യമങ്ങളിലുണ്ടായ പ്രതിഷേധത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഒപ്പം തന്നെ മാലദ്വീപ്സിന്റെ മുൻ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളും ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ കാലങ്ങളായി മാലദ്വീപ്സിന്റെ ഒരു സൗഹൃദ രാഷ്ട്രമാണ് എന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഗുണം ചെയ്യില്ല എന്നുമുള്ള പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. മന്ത്രിയെ തള്ളിക്കൊണ്ട് മാലദ്വീപ്സ് തന്നെ ഒരു നിലപാട് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഗോപി, വാർത്തയിലേക്ക് വീണ്ടും. പോലീസ് ഉദ്യോഗസ്ഥരുടെ VIP ഡ്യൂട്ടിയിൽ റൊട്ടേഷൻ വേണമെന്ന നിർദ്ദേശവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ. 1 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി VIP ഡ്യൂട്ടി ഉണ്ടാകില്ല. VIP ഡ്യൂട്ടിയിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് റൂട്ടീൻ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നു എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. AV ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, എന്താണ് ADGPയുടെ പുതിയ നിർദ്ദേശം? അതായത് റാപ്പിഡ് റെസ്പോൺസ് ടീം കൃത്യമായി ഈ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ഇത്തരത്തിലൊരു നിർദ്ദേശം പുറത്തിറക്കിയത്. കൃത്യമായി പോലീസുകാർക്ക് എല്ലാ വെള്ളിയാഴ്ചയും പരേഡ് നൽകണം, ഒപ്പം ഇവർക്ക് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള ക്ലാസുകൾ കൃത്യമായി നൽകണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP നൽകിയിരിക്കുന്നത്. 2 മണിക്കൂർ ആയുധ പരിശീലനം നൽകണമെന്നാണ് ക്രമസമാധാന ചുമതലയുള്ള DGP നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. ഒപ്പം തുടർച്ചയായി 1 മാസത്തിൽ കൂടുതൽ ഇവരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കും
സംഭവിക്കരുത്, കൃത്യമായി ഇടവേളകൾ ഇവർക്ക് നൽകിക്കൊണ്ട് ഡ്യൂട്ടിയിൽ ചേഞ്ച് വേണമെന്നും പറയുന്നു. നവകേരള യാത്ര അടക്കം നടന്ന ഘട്ടങ്ങളിൽ തുടർച്ചയായി ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നു. ഒപ്പം വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഈ ഘട്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള DGP ADGP പുറത്തിറക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായി പോലീസുകാർക്ക് വിശ്രമവും ഒപ്പം സുരക്ഷാ വീഴ്ച കുറയ്ക്കുമെന്നാണ് ഇതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഡിസംബർ 21-നാണ് MR അജിത് കുമാർ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറത്തിറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. KV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. സ്റ്റായൻ ചൗധരിയാണ് കൊല്ലപ്പെട്ടത്. മുർഷിദാബാദിലാണ് സംഭവം. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തൊട്ട് പിന്നാലെ വരുന്ന 24 റൗണ്ടപ്പിൽ പരിശോധിക്കാം. ബംഗാളിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചത് ഇവിടെ പൂർത്തിയാവുകയാണ്.